ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളെ ഭരണി ഉത്സവം ഇങ്ങെത്തി. അപ്പോൾ മുഖോലം കുറച്ച് മിനുക്കാല്ലേ, അതിന് വേണ്ടിയിട്ടോ ഈ ഒരുങ്ങി പോകുന്നത്. എനിക്കൊരു പാർലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ സ്ഥിരമായിട്ട് അവിടെ മാത്രമേ പോകൂ. അങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പാർലറാണ് ഈ യുണീക്ക് എന്ന് പറയുന്നത്. നല്ല സർവീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്നെ അവിടെ ഇരുത്തി അവൾ പുറത്തേക്ക് പോയി, ഞാനവിടെ പോസ്റ്റായി. അങ്ങനെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ. ഭരണീൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ അന്ന് രാത്രി ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. ഇതാണ് എൻ്റെ അന്നത്തെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അതിനിടയ്ക്ക് വാമി തകർക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മ സരമ, ഇതെൻ്റെ ഏച്ചി നിമ്മി, ഇതാണ് ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങൾ. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എത്ര കൊല്ലം പോയാലും ഓരോ തവണ ഭരണിക്ക് പോകുമ്പോഴും അതൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. കുറേ നാടുകൾ ചേർന്നിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ഭരണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയേ എത്ര ഒരുക്കങ്ങളാണെന്നുള്ളത്. ഇതാണ് അന്ന് ഭരണിയുടെ തലേ ദിവസത്തെ ക്രൗഡ്. നമ്മുടെ പാലക്കുന്ന് അമ്പലം ഇതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ പോയി പാലക്കുന്നമ്മനെ കണ്ട് തൊഴുതു. ഇറ്റ്സ് എ റിയലി ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ ആൻഡ് ഫോർ എവ്രി കാസർഗോഡിയൻസ്. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടിട്ട് ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആറാട്ടുമുട്ടായി വാങ്ങി, ഞാനല്ല കേട്ടോ, അമ്മയാണ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. ഉത്സവം തീർന്നില്ല കേട്ടോ, ഇന്നും കൂടിയുണ്ട്. വീട്ടിലെത്തുമ്പോൾ രാത്രി 11:30 ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ക്ഷീണവും ഇല്ല കേട്ടോ, കാരണം അത്രയും എൻജോയ് ചെയ്തിരുന്നു. സമയം രാത്രി 12 മണി. പക്ഷേ കാസർഗോഡ് ഈസ് സ്റ്റിൽ ഓൺ. പെരുന്നാളിൻ്റെ ആണ് കേട്ടോ ഈ തിരക്കൊക്കെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ.